السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت ഹീലത്തുനാ ദിരിക്കന. ഏറ്റവും സ്നേഹാതിരണിതയായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു ജല്ല ജലാലുഹു അവൻ്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് ചില ആളുകളെ നിമിഷ നേരം കൊണ്ട് ആത്മീയമായ ഔന്നത്യത്തിൻ്റെ ഉന്നത സോപാനങ്ങളിലേക്ക് എത്തിച്ച ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും അതിൻ്റെ കാരണം പരിശോധിച്ചാൽ അവരുടെ ഹൃദയ വിശാലതയും സ്വഭാവ വൈശിഷ്ട്യവുമാണ് അതിന് കാരണമെന്ന് നമുക്ക് കണ്ടെത്താം. അത്തരത്തിലുള്ള ഉന്നത സ്വഭാവത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു മഹാനായ കുത്തുബുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിസ്തി അൽ അജ്മീരി, ഇന്ത്യയുടെ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാൻ. അദ്ദേഹത്തിൻ്റെ കൊച്ചു കുട്ടിയാകുമ്പോഴുള്ള ജീവിതത്തിലേക്ക് കടന്നു ചെന്നാൽ യതീമായി വളർന്നിട്ടുള്ള ആ കൊച്ചുകുട്ടി തൻ്റെ പിതാവിൽ നിന്ന് അനന്തരമായി ലഭിച്ച തോട്ടത്തിൽ ജീവിക്കുന്ന കാലം, താൻ ജനിച്ച സെഞ്ചറിൽ നിന്ന് അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ട് ഇറാഖിലെത്തുന്നു. അവിടെ വെച്ചുകൊണ്ട് മാതാപിതാക്കൾ നഷ്ടപ്പെടുന്നു. അവസാനം അനന്തരം ലഭിച്ചിട്ടുള്ള തോട്ടത്തിൽ അദ്ദേഹം അതിൻ്റെ പരിപാലനവുമായി കഴിയുകയാണ്. എന്നാൽ 7 വയസ്സിൽ തന്നെ ഖുർആൻ മനഃപ്പാടമാക്കി അത്യാവശ്യമുള്ള അറിവുകൾ സ്വായത്തമാക്കിയിരുന്നു. വീണ്ടും അറിവുകൾ നേടാൻ തൻ്റെ ഹൃദയം വെമ്പൽ കൊള്ളുന്നുണ്ടായിരുന്നു. എന്നാൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട അദ്ദേഹം ഈ തോട്ടത്തിൽ അതിൻ്റെ പരിപാലനമായി കഴിഞ്ഞുകൂടുകയാണ്. യഥാർത്ഥത്തിൽ റയാസുദ്ദീൻ അഹ്മദ് എന്ന തൻ്റെ പിതാവ് ഹസൻ റളിയല്ലാഹു അൻഹു പരമ്പരയിലൂടെ മുത്തുനബിയിലേക്ക് എത്തുന്നവരാണ്. ഉമ്മുൽ ഖൈർ മാഹിന്നൂർ ബീവി എന്ന തൻ്റെ ഉമ്മയാണെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലൂടെ മുത്തുനബിയിലേക്ക് എത്തുന്ന ഏറ്റവും ഉന്നതമായ പരമ്പരയുടെ ഉടമ കൂടിയാണ് ഈ മഹാൻ. ചുരുക്കി പറഞ്ഞാൽ 11 വയസ്സിന് ശേഷം തൻ്റെ തോട്ടത്തിൽ കഴിയുന്ന മഹാനവറുകൾ ഉന്നത സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു. ഇത് നമുക്ക് കാണാൻ കഴിയുന്നത് മജ്ദൂബായ ഇബ്രാഹിമുൽ ഖന്ദൂസി എന്ന സൂഫി വര്യൻ തൻ്റെ തോട്ടത്തിലേക്ക് കടന്നു വരുന്നു. മഹത്തുക്കളെയും മുതിർന്നവരെയും വല്ലാതെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അർഹിക്കുന്ന സ്നേഹവായ്പോടെ അവരെ സ്വീകരിച്ചിരുത്തുകയും സൽക്കരിക്കുകയും ചെയ്യുന്ന പതിവ് ആ കുട്ടിക്കുണ്ടായിരുന്നു. ഇദ്ദേഹത്തെയും അതുപോലെ തന്നെ ഈ കുട്ടി തിരിച്ചറിയുകയും ഇബ്രാഹിം ഖന്ദൂസിയെ നല്ല പഴങ്ങൾ നൽകി അദ്ദേഹത്തിന് മുമ്പിൽ കൊണ്ടുപോയി വെക്കുകയും അദ്ദേഹത്തോട് എമ്പാടും തിന്നാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ മഹാനവറുകൾ അതിൽ നിന്ന് അല്പം മുന്തിരി മാത്രം ഭക്ഷിക്കുകയും ഈ കുട്ടിയുടെ അന്തർലീനമായ ഔന്നിത്യം മനസ്സിലാക്കിയ ആ മഹാൻ ഉടനെ തന്നെ തൻ്റെ ഭാണ്ഡത്തിൽ നിന്ന് ഒരു ഉണങ്ങിയ റൊട്ടിയെടുക്കുകയും അത് വായിലിട്ട് കടിച്ചുകൊണ്ട് ഈ കുട്ടിയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുകയും ചെയ്തു. ആ കുട്ടി അത് ചവച്ചിറക്കി അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് എന്തെന്നില്ലാത്ത ആത്മീയമായ ഉത്കർഷം കടന്നുകൂടുകയും ആത്മീയതയുടെ ഉന്നതമായ സോപാനങ്ങൾ കീഴടക്കാൻ വെമ്പൽ കൊള്ളുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മഹാനായ ശംസുൽ ഉലമ അവറുകൾ അദ്ദേഹത്തിൻ്റെ ഹാജിയുടെ മൗലിദിൽ ഇത് ഉൾപ്പെടുത്തിയത് നമുക്ക് കാണാം. മജ്ദൂബി ബൽദത്തി കന്ദൂസിന്നതാക വഖദ് അഅതാക ഖിത്അതു ഖുബ്സിൻ ദാഖിലിൻ ബിഫമീ എന്ന് മഹാനവറുകൾ ഉദ്ധരിച്ചതായിട്ട് നമുക്ക് കാണാം. ഈ ഇബ്രാഹിമുൽ ഖന്ദൂസി എന്ന മഹാൻ ഇത് കൊടുത്തതോടുകൂടി ഇനി ഒരു നിമിഷവും ഈ തോട്ടവുമായി കഴിഞ്ഞുകൂടിക്കൂടാ. ഉടനെ തന്നെ അദ്ദേഹം പാവങ്ങൾക്ക് വേണ്ടി തോട്ടം വഖഫ് ചെയ്യുകയും തൻ്റെ കയ്യിലുള്ളതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി നൽകിക്കൊണ്ട് അദ്ദേഹം യാത്രയാവുകയാണ്. അദ്ദേഹം എത്തിപ്പെടുന്നത് ഉസ്മാനുൽ ഹാറൂനി എന്ന മഹാപണ്ഡിതൻ്റെ സവിധത്തിലാണ്. അദ്ദേഹത്തിൽ നിന്ന് വേണ്ടുവോളം ജ്ഞാനങ്ങൾ നുകരുകയും പിന്നീട് മഹാനായ അതിനു മുമ്പ് ഉസാമുദ്ദീൻ ബുഖാരി റളിയല്ലാഹു കണ്ടുമുട്ടി അദ്ദേഹം ലാഹിരിയായ മുഴുവൻ വിജ്ഞാനങ്ങളും സമ്പാദിച്ചിരുന്നു. ഉസ്മാനുൽ ഹാറൂനിയെ കണ്ടുമുട്ടിയോടുകൂടി ആത്മീയമായ എല്ലാ വിജ്ഞാനവും കരസ്ഥമാക്കി 20 വർഷത്തോളം അദ്ദേഹത്തെ ലാസിമാക്കുകയും
അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടതെല്ലാം കരസ്ഥമാക്കി ആത്മീയ ഔന്നത്യത്തിലേക്ക് എത്തുകയും അവസാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനവറുകളെ ഇന്ത്യയുടെ സുൽത്താനായിക്കൊണ്ട് ഇന്ത്യയിലേക്ക് പറഞ്ഞയക്കുന്നു. മുത്തുനബി അദ്ദേഹത്തെ വിളിച്ച പേരാണ് മൊഈനുദ്ദീൻ, ദീനിന്റെ സഹായി എന്ന്. അത്രയും ഉന്നതമായ സ്ഥാനത്തേക്ക് മഹാനവറുകൾ എത്തിപ്പെടാനുള്ള കാരണം ആദരിക്കേണ്ടവർ ആദരിക്കുകയും ബഹുമാനിക്കേണ്ടവർ ബഹുമാനിക്കുകയും ഏറ്റവും നല്ല സ്വഭാവ വൈശിഷ്ട്യത്തിൻ്റെ ഉടമയായി തീരുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതിലൂടെ മാത്രമേ മനുഷ്യന് ഉയരാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ബഹുമാനവും ആദരവുമാണ് മഹത്വത്തിൻ്റെ അത്യുന്നത സോപാനങ്ങളെ കരസ്ഥമാക്കിക്കൊണ്ട് ആത്മീയമായ ഉത്കർഷത്തിലേക്ക് മഹാനവറുകൾ എത്തുകയും ഔലിയാക്കളുടെ ഏറ്റവും വലിയ സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്യാൻ അദ്ദേഹത്തിന് കാരണമായിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഇത്തരം കഥകൾ നാം മനസ്സിലാക്കി കൊടുക്കുകയും മഹത്തുക്കളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. അതേസമയത്ത് അനാദരവും അവമതിയും നമ്മുടെ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കി കളയും. നമ്മുടെ പരമ്പരകളെ നന്മയുടെ എല്ലാ ഭാഗത്തു നിന്നും തട്ടിത്തെറിപ്പിച്ചു കളയും. അതുകൊണ്ട് തന്നെ നാം സ്വഭാവവൈശിഷ്ട്യത്തിൻ്റെ ഉന്നത ഗുണങ്ങളുള്ള അതിൻ്റെ സമ്മേളനമാക്കി നമ്മുടെ മക്കളെ മാറ്റി തീർക്കാൻ ഇത്തരം കഥകളും മഹത്തുക്കളുടെ ചരിത്രങ്ങളും അവർക്ക് വേണ്ടതുപോലെ മനസ്സിലാക്കി കൊടുക്കുകയും അത് അവർ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.